Hello my dear friends, welcome to my YouTube channel. Haru and Tanu. ഇന്ന് നമ്മൾ ഗ്രീൻ പീസ് കൊണ്ട് വടയാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസ് ഉച്ചൊന്നും കേറാതെ ഇതുപോലെ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഗ്രീൻ പീസിൽ ഗ്രാമ്പു ഇട്ട് വെച്ചാൽ മതി. ഇതിൽ ഉച്ചൊന്നും കയറില്ല. നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ അകത്താക്കിയിട്ട് ഗ്രാമ്പു ഇട്ടിട്ട് ഗ്രീൻ പീസ് കുറച്ചധികം കാലം ഉച്ചൊന്നും കയറാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെക്കാം. ഇതിപ്പോൾ ഒരു കപ്പ് ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം. ഗ്രീൻ പീസ് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 6 മണിക്കൂർ സോക്ക് ചെയ്തിട്ടുള്ള ഗ്രീൻ പീസാണ്. അത് നമുക്ക് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്തെടുത്ത ഗ്രീൻ പീസ് 6 മണിക്കൂർ സോക്ക് ചെയ്തത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അധികം വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ചിട്ടുണ്ട്. ഇനി സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് അരച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഒരു സവോള, പച്ചമുളക്, ഉപ്പ്, കറിവേപ്പില എന്നിവ ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചിട്ടില്ല. ഇതുപോലെ കുറച്ച് തരിയുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്യണം. നമ്മുടെ സാധാരണ പരിപ്പുവട പോലെ തന്നെ ഷേപ്പ് ചെയ്യണം. എന്നിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഉണ്ടയാക്കാം. ഇതൊരു ചെറുതായിട്ട് നമ്മൾ സാധാരണ വടയുടെ പരിപ്പ് കൊണ്ടാണ് പരിപ്പുവടയൊക്കെ ഉണ്ടാക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ഗ്രീൻ പീസ് കൊണ്ടാണ് വട ഉണ്ടാക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ 1 കപ്പ് ഗ്രീൻ പീസ് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അരയ്ക്കാനായിട്ട് 1/2 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 1/2 കപ്പ് ഗ്രീൻ പീസ് കൊണ്ട് ഇത് ഇത്രയും വട നമുക്ക് തയ്യാറാക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 വടകളൊക്കെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. കൈകൊണ്ട് ഇതുപോലെ പരിപ്പ് വടയുടെ സൈഡ് തിന്നായിട്ട് വേണം അല്ലേ മാം? തിന്നായിട്ട് വേണം. അതിനകത്ത് കട്ട്ലറ്റ് പോലെ വണ്ണത്തിലാകാൻ പാടില്ല. സൈഡ് ഇങ്ങനെ തിന്നായിട്ട് വേണം പരിപ്പ് വട തയ്യാറാക്കാനായിട്ട്. എന്നിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം കൂടി ചെയ്യാം. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വട കുക്ക് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിൻ്റെ അകം അധികം വേഗില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വട നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം.
നല്ല ഗ്രീൻ കളറ്, നല്ല അടിപൊളി വട. അങ്ങനെ നമ്മുടെ അടിപൊളി ചൂടോട് കൂടിയിട്ടുള്ള ഗ്രീൻ പീസ് വട ഇവിടെ റെഡിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.